ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരു അടിപൊളി ഒരു വീടും വമ്പനൊരു ഓഫറും. ഇത് റിയൽ എസ്റ്റേറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കുള്ളൂ. കാരണം ഈ 13.5 സെൻറ്റ് സ്ഥലവും ഈ 2350 സ്ക്വയർ ഫീറ്റും വീടും വാങ്ങിയാൽ ഒരേക്കർ 17 സെൻറ്റ് സ്ഥലം ഒരു വീടും 2 ബെഡ്റൂമും ഒരു ഹാള് കിച്ചണൊക്കെ ഉള്ളൊരു വീടും സിറ്റ് ഔട്ടും ഉണ്ട്, വറ്റാത്ത കിണറുണ്ട് ഉള്ളൊരു വീട് തികച്ചും ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കും. അത് ഈ വീട് വാങ്ങണവന് ജീവിക്കാൻ വേണ്ടിയുള്ള വകുപ്പ്. അതായത് 350 റബ്ബർ മരത്തോളമുള്ള ഒരു സ്ഥലമാണത്. ഒരേക്കർ 17 സെൻറ്റ് സ്ഥലമുണ്ട്. അത് ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കും. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. നമ്മുടെ ലൈക്ക് തീരെ കുറവാണ്, അത് കാരണം എല്ലാവരും ഇതൊരു റിക്വസ്റ്റായിട്ട് കണക്കാക്കണം. അതുപോലെ കേരളത്തിലെവിടെയും യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീടുകളും സ്വന്തമാക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം നമ്മൾ ഇതുപോലുള്ള അടിപൊളി ഓഫറുകൾ ഇനിയും കൊണ്ടുവരും. കണ്ടില്ലേ, അടിപൊളി ഒരു വീടാണ്. ഈ വീടിന് സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂം, ഒരു ഓഫീസ് റൂം, കിച്ചൺ, വർക്ക് ഏരിയ, വീടിൻ്റെ പുറത്തൊരു കിച്ചൺ, അങ്ങനെ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറൊക്കെ ഗൾഫിൽ സെറ്റിൽഡായി. അപ്പോൾ പിന്നെ അവരിങ്ങോട്ട് വരുന്നില്ല, അത് കാരണം ഈ വീട് വിൽക്കണേണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് വിൽക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഓഫർ ഇടണം. കണ്ടോ, അടിപൊളി ഒരു വീടെന്ന് വെച്ചാൽ അടിപൊളി ഒരു വീട്. ഇതിന് വേറെ ലോണോ ബാധ്യതയോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവരും ക്ലിയറാണ്. അപ്പോൾ അതൊക്കെ എല്ലാം നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇത് എത്രയും പെട്ടെന്ന് വിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓഫർ. കാരണം ഈ റബ്ബർ തോട്ടമൊക്കെ ഇപ്പോൾ കച്ചവടമായി പോകലും കുറവാണ്. അപ്പോൾ അത് കാരണം ഇത് എത്രയും പെട്ടെന്ന് കച്ചവടം പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓഫർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് 85 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ ഈ വീട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റബ്ബർ തോട്ടം ഫ്രീ ആയിട്ട് എഴുതിത്തരും. ഒരു സാധാരണ കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാം. കാരണം വീണ്ടും 12-13 ഷീറ്റ് കിട്ടുന്ന ഒരു റബ്ബർ തോട്ടമാണ്. അത് വെട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. വെട്ടിയിട്ട് തുടങ്ങിയിട്ട് 5 വർഷം 6 വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. കറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബോർവീലുണ്ട്, കിണറുണ്ട്. അത് കുഴൽ കിണറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വെള്ളത്തിനൊന്നും 365 ദിവസവും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഒരു അടിപൊളി ഒരു വീടാണ്. ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ ഇതിനേലും അടിപൊളിയാണ്. കാരണം ഇതിൻ്റെ ഇൻറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കാ ഇൻറ്റീരിയലാണ്. കാരണം 28 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയൽ വർക്ക് ചെയ്തേക്കണം. ഈ വീടിനാണെങ്കിൽ ഏകദേശം 4 വർഷത്തോളം പഴക്കമുള്ളൂ. കാരണം ഇതിൻ്റെ പണി തീർന്നിട്ടും ഇപ്പോൾ ഒരു വർഷം ആകണല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പണി ഉണ്ടായിരുന്നു, മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. കാരണം ഇതെല്ലാം ഇപ്പോഴും പുതുപുത്തം പോലെ കിടക്കുകയാണ്. കാരണം ഇതിൻ്റെ അകത്ത് കിടക്കണ ടേബിളിൻ്റെയൊക്കെ കോട്ടിങ് പോലും പോയിട്ടില്ലെന്നുള്ളതാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീടിൻ്റെ ഒരു ഇപ്പോഴത്തെ ക്വാളിറ്റി എന്താണെന്ന്. കണ്ട, ഇതിൻ്റെ സിറ്റ് ഔട്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനൈറ്റാണ് ഫിനിഷ് ചെയ്തേക്കണം. ഗാലക്സി ബ്ലാക്ക് കളർ ഗാലക്സിയിലാണ് ഇത് ഫിനിഷ് ചെയ്തേക്കണം. അകത്ത് ഇൻറ്റീരിയൽ വർക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ കാണുന്ന ഫർണിച്ചറും എല്ലാം അടക്കമുണ്ട് വിൽപ്പന. ഇതിവിടെ നിന്ന് ഒരു സാധനം എടുക്കാനുള്ള, ഇത് കംപ്ലീറ്റ് അടക്കം ആണ് ഇത് വിൽപ്പന. 85 ലക്ഷം രൂപക്ക് നിങ്ങൾക്കിതും മൊത്തം വാങ്ങിക്കാൻ പറ്റും. കണ്ടോ, അടിപൊളിയായിട്ട് ഇൻറ്റീരിയൽ വർക്ക് ചെയ്തൊരു വീടാണ്. ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് 3-4 ദിവസം തൊട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഇടാൻ വേണ്ടി ഉണ്ട്, കുറേ ഇനി 2-3 വീടുകൾ ചെയ്യാൻ വേണ്ടി കിടക്കണേന്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി വീടുകളുടെ വീഡിയോ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം തുടങ്ങി മലപ്പുറം വരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിലൊരു 10ഓളം ജില്ലകളിൽ നമ്മളിപ്പോൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാണ്ട് സ്വന്തമാക്കാൻ പറ്റും. അത് നമുക്കിവിടെ ബ്രോക്കർ ഫീസോ മറ്റ് ഫീസുകളോ കാര്യങ്ങളൊന്നുമില്ല. കണ്ട, നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ സ്റ്റെയർ കേസ് കണ്ട, കംപ്ലീറ്റ് വുഡൻ ഫിനിഷിംഗ് ആണ്. ഇതെല്ലാം തേക്കും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇത് കംപ്ലീറ്റ് പണിതേക്കണം. അത് ഇൻറ്റീരിയൽ വർക്കിന് മാത്രം 28 ലക്ഷം രൂപയാണ് മുടക്കിയേക്കണം. 2350 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കണ്ട, പക്കാ ഗ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ ഗ്രാൻഡായിട്ട് പണിതേക്കണ ഒരു വീടാണിത്. ഇതിനകത്ത് ഒരു വർക്കും ബാക്കിയില്ല. ഈ വീട് ഒരു നില വീടാണ്, മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തേക്കണേണ്. എന്നിട്ടും ഒറ്റ നില മാത്രം 2350 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതിൻ്റെ കിച്ചണൊക്കെ കണ്ട, പക്ക ഗ്രാൻഡായിട്ട് ചെയ്തേക്കണം, പക്ക ഫിനിഷിങ് കിടക്കുകയാണ്. കാരണം ഇത് ഉപയോഗിച്ചിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ പോലും ഒന്നുമില്ല കേട്ടോ. ബാക്കിയുണ്ട് എല്ലാ അടപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം അടക്കമാണ് വിൽപ്പന. നിങ്ങളിവിടെ വന്ന് താമസിച്ചാൽ മാത്രം മതിയാവും, അത്രയും സാധനങ്ങൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട്.
ഇതെല്ലാം അടക്കമാണ് ഇതിൻ്റെ വിൽപ്പന. ഉണ്ട്, ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചനാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ തീ കത്തിക്കാനുള്ള ഒരു അടപ്പ് മാത്രം വീടിൻ്റെ വെളിയിലാണ്. ഇതിനും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു കിച്ചനും വർക്ക് ഏരിയയുമാണ് ഈ വീടിനുള്ളത്. അത് കൂടാണ്ട് ഇതിനൊരു സ്റ്റോർ റൂമുണ്ട്. അത് തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസാണ്. നിങ്ങൾ ഇപ്പം നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, ഇത് ഹൈറ്റിലാണ് നോക്കി കൊടുത്തേക്കണം. കണ്ടോ, ഇത് നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള വലിയൊരു ഏരിയയാണിത്. നല്ല സ്പേസാണ് ഇതിൻ്റെ അത്. ഇപ്പോഴാണ് ലൈറ്റ് ഇട്ടത്, ലൈറ്റ് ഇടാൻ പറ്റിയില്ലായിരുന്നു. കണ്ടോ, ഇഷ്ടംപോലെ സാധനങ്ങൾ കയറ്റി വെക്കുക. അത്രയും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു സ്റ്റോർ റൂമുണ്ട് ഈ വീടിന്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ ബാത്റൂമാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകണം. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഹാളും ഇതൊക്കെ കണ്ട്, ലിവിങ് ഏരിയയൊക്കെ നമ്മൾ കണ്ടിതാണ് ഇതിൻ്റെ കോമൺ ബാത്റൂം. കോമൺ ബാത്റൂമിൻ്റെ തന്നെ വലിപ്പം കണ്ട്. ഇതൊക്കെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളാണ് ഉപയോഗിച്ചേക്കണം. അത് നല്ല ഗ്രാൻഡായിട്ട് ചെയ്തൊരു വീടാണിത്. ഇനി നമുക്കിതിൻ്റെ റൂമുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് നിങ്ങൾ കണ്ടായിരുന്നു, ഇതാണ് ലിവിങ് ഏരിയ. കണ്ടോ, വലിയൊരു ഏരിയയാണ് ലിവിങ് ഏരിയ ആയിട്ട് കൊടുത്തേക്കണം. ഇനി ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഓഫീസ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അത് ഈ കാണുന്നതാണ് ഓഫീസ് റൂം. ഒരു ചെറിയൊരു സ്പേസ് കണ്ടോ, അത്യാവശ്യം നല്ലോണം കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കണം ഒരു ഓഫീസ് റൂം. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസും അത്യാവശ്യം ഉള്ള ഫയല കാര്യങ്ങളെല്ലാം ഒക്കെ എടുത്ത് വെക്കാനുള്ള എല്ലാ സെറ്റപ്പുള്ളൊരു ഓഫീസ് റൂം. ഇനി നമുക്ക് ഒരേ റൂമുകൾ കാണാം. റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ റൂമും നല്ല വലിപ്പമുള്ള റൂമാണ്. അതേകൊണ്ട് തന്നെ ഇത് വീടിൻ്റെ ചുറ്റും CCTV കാര്യങ്ങളും ഉണ്ട്. ഉണ്ടാവും CCTVയുടെ വിഷ്വലാണ് കണ്ടുകൊണ്ടിരിക്കണം. ഇതിനും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ഡ്രസ്സിങ് ഏരിയ. തൊട്ടിപ്പുറത്ത് തന്നെ നിങ്ങളുടെ ബാത്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. എല്ലാം നല്ല വലിപ്പമുള്ള, ഒന്നും ഇടുങ്ങിയതൊന്നുമല്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഈ വീടിൻ്റെ എല്ലാ ബാത്റൂമും. നമുക്കിനി ഇതിൻ്റെ അങ്ങനെ 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ആ ഓഫീസ് റൂം കൂടാണ്ട് 4 ബെഡ്റൂം. നമുക്ക് ഒരേ ബെഡ്റൂം കയറി കാണാം. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അങ്ങനെ ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതാണ്. പിന്നെ പെട്ടെന്ന് ഒരു തീരുമാനങ്ങളിലൊക്കെ മാറ്റം വന്നു കഴിയുമ്പോഴേക്കും പിന്നെ ഇത് വേണ്ടെന്ന് വെച്ചാണ്. കാരണം എല്ലാവരും താമസത്തിന് ഉള്ള സൗകര്യം നോക്കിയിട്ടല്ലേ എല്ലാവരും താമസിക്കണം. ഇതിനും അത്യാവശ്യം നല്ലൊരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് സീലിങ്ങൊക്കെ എല്ലാത്തിനും സീലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കാണ്. ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ശബ്ദത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. കണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂം കാണാം. ഇതിൻ്റെ ബാത്റൂം കണ്ട, എല്ലാ ബാത്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. എല്ലാവരും ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാറുണ്ട്. നല്ല കമ്പനി സാധനമാണ്. എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കണം. അത്യാവശ്യം കട്ടിലും കാര്യങ്ങളൊക്കെ കിടക്കണ്ട. ഇവിടെ താമസിച്ചിട്ടില്ലെന്നുള്ളതാണ്. എൻ്റെ 3-4 ദിവസമായിട്ടാണ് ആ വീട്ടുകാർ തന്നെ താമസിച്ചേക്കണം. കാരണം അവർ വെളിയിലായതുകൊണ്ടേ പിന്നെ ഇത്രയും വലിയ വീട് പണിതിട്ട് അവർ വന്ന് നോക്കാനൊന്നും ആളില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇത് കൊടുക്കണത്. ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. അടിപൊളി. അതിൻ്റെ സീലിങ്ങൊക്കെ ചെയ്തേക്കണുണ്ട്. കംപ്ലീറ്റ് LED വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇട്ടേക്കണം. നല്ല അടിപൊളി റൂമുകളാണ്. പക്ക ഫിനിഷിങ്ങിലാണ് എല്ലാ റൂമുകളും സെറ്റ് ചെയ്തേക്കണത്. ഇനി ഇതിൻ്റെ അടുത്ത റൂം പോയി കാണാം നമുക്ക്. ഇത് ആണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ കിടക്കണ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കൊണ്ടില്ല, താമസിക്കാൻ ആളില്ല. കാരണം എല്ലാവരും വെളിയിലൊക്കെ ഉണ്ട്. AC കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അടിപൊളി വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലുക്കൊരു വീടാണ്. അപ്പോൾ ഈ വീട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ലോട്ടറിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഈ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 1 ഏക്കർ 17 സെൻറ്റ് സ്ഥലമുള്ള ഒരു റബ്ബർ തോട്ടം ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ ആ തടി വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 8-9 ലക്ഷം രൂപ കിട്ടുമെന്നുണ്ട്. അത്രയും തടിയുണ്ട് അതിൻ്റെ അകത്ത്. 350 റബ്ബർ മരമുണ്ട്. ആ റബ്ബർ തടി വിറ്റാൽ കിട്ടും നല്ലൊരു പൈസ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ അത് നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടി അങ്ങോട്ട് വെറുതെ കൊടുത്തുകളയും.